ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലണ്ടനിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ്, അത് ശരിയല്ല, ലണ്ടനിലെ ലോകത്തെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് കാർണിവലായ നോട്ടിംഗ് ഹിൽ കാർണിവൽ കാണാൻ വേണ്ടിയാണ്. ഇതെന്ന് പറയുക 1960 കാലഘട്ടത്തിൽ നമ്മുടെ ലണ്ടനിലുണ്ടായിരുന്ന ഈ കരീബിയൻസ് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തൊരു ചെറിയൊരു ഗ്യാതറിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി സംഭവമായിരുന്നു ഈ നോട്ടിംഗ് ഹിൽ കാർണിവൽ. ഇന്നത് ഭയങ്കര വലിയൊരു സ്ട്രീറ്റ് ഫെസ്റ്റിവലായിട്ട് തന്നെ മാറിക്കഴിഞ്ഞു. ഓൾമോസ്റ്റ് 1 മില്യൺ ആൾക്കാരാണ് ഈ ഒരു പരിപാടി കാണാൻ വേണ്ടി മാത്രം ലണ്ടനിൽ കാണാനും പങ്കുചേരാൻ വേണ്ടി ലണ്ടനിൽ എത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കണക്ക് പ്രകാരം പറയുന്നത്. വളരെ വിചിത്രമായ ഒരു ആചാരം എന്ന് ഞാൻ പറയും. ഇത് ഞാനൊരിക്കലും കുട്ടികൾക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഇതിനകത്ത് അവരുടെ വേഷവിധാനം എന്ന് പറയുന്നത് കുറച്ച് വസ്ത്രങ്ങളും കൂടുതൽ അറ്റകുറ്റപ്പണികളും എന്ന രീതിയിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനൊരിക്കലും ഈ വീഡിയോ കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതല്ല. നിങ്ങളുടെ കുട്ടികളാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാം. പിന്നെ ഈ പറയത്തൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു സംഭവം നേരിട്ട് പോയി കാണുമ്പോൾ എനിക്കതൊരു വലിയ വൃത്തികേടായിട്ട് അല്ലെങ്കിൽ അയ്യേ ഒരു ഫീൽ എനിക്ക് ഉണ്ടായില്ല. എനിക്കൊരു കൗതുകമാണ് ഉണ്ടായത്. ലൈക്ക് ഇങ്ങനെയും ആൾക്കാർ സ്ട്രീറ്റ് ഫെസ്റ്റിവൽസൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നൊരു കൗതുകമാണ് എനിക്കത് അവിടെ തോന്നിയത്. പക്ഷേ ടു ബി ഓണസ്റ്റ് ഞാൻ പറയും, വൺസ് ഇൻ എ ലൈഫ് ഇതൊന്ന് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു വൈബും, അതായത് ആ ഒരു സ്ട്രീറ്റിലത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ തന്നെയാണ്. പക്ഷെ ഇതൊരിക്കലും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് ഞാൻ പറയില്ല. കാര്യം ഈ ഒരു ഏരിയയിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും ഈ ഒരു ദിവസങ്ങളിൽ. ഇത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മറ്റുമായിട്ടാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും ഇഷ്യൂസും കേസസൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് നമുക്കിവിടെ പോകാനുള്ള അവസരം കിട്ടിയതും പിന്നെ കുറച്ച് കൂട്ടുകാരുള്ള എൻ്റെ ഒരു ധൈര്യത്തിലാണ് നമ്മൾ പോയതും. എന്തായാലും ഭയങ്കര അടിപൊളി ഒരു വൈബാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവരുടെ മ്യൂസിക്കാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ സൈക്ലിക് ഇലക്ട്രിക്കൽ കൈൻഡ് ഓഫ് മ്യൂസിക്കാണ്. പക്ഷെ അത് നമ്മൾ അത് കേട്ട് കഴിയുമ്പോഴല്ലോ ഓട്ടോമാറ്റിക്കലി നമ്മൾ തുള്ളിപ്പോകും. അതായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നില്ല ഈ ട്രക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു റിഫ്രഷിങ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ചില ട്രക്സിനകത്ത് ടോയ്ലറ്റ്സ് ഉണ്ട്, ചിലതിനകത്ത് ബാറാണ്. അത് ഇപ്പോൾ ഈ പോകുന്ന ട്രക്കിനകത്തൊക്കെ ബാറാണ്. അവർ കുടിക്കാൻ വേണ്ടി ഡ്രിങ്ക്സ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, ആൽക്കഹോൾസാണ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് അൺലിമിറ്റഡ് ആയിട്ട്. പിന്നെ ചില ട്രക്കിനകത്ത് ജസ്റ്റ് ഈ ബാൻഡുകൾ വരുന്നുണ്ട്, ചില ട്രക്കിനകത്ത് ഇവർ തന്നെ ചുമ്മാ കയറി ഡാൻസൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ട്രക്ക്. ഇപ്പോൾ നമ്മൾ ബേസിക്കലി നിൽക്കുന്നതെന്ന് പറയുക ഈ കാർണിവൽ എൻഡ് ചെയ്തതിന് ശേഷം ഉള്ള ഇത് കാർണിവലിന് ടു ബി ഓണസ്റ്റ് ലൈക്ക് ഇതൊരു പരേഡാണ്. ഒരുപാട് ഗ്രൂപ്പ്സ് ചേർന്നിട്ടുള്ളൊരു വലിയൊരു പരേഡാണ്. അപ്പം ഈ ഒരു പരേഡ് നടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോകുന്നിടത്താണ്. നമ്മൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് പരേഡ് സ്റ്റോപ്പ് ആയതിനു ശേഷം ഇത് ചുമ്മാ പോകുന്നത്. അതാണ് ഇതൊരു ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിൽ പോകുന്നത്. അതിന് മുന്നേ ആ പരേഡ് ഗ്രൗണ്ടിലോട്ട് എത്തുമ്പോഴെന്ന് പറയുമ്പോൾ ഇവർ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവർ ഡാൻസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഒരു വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടാണ്. ഇതിപ്പോൾ അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ ബാക്കിയുള്ള ഒരു ലെഷർ ടൈം റിലാക്സ് ചെയ്ത് ചില്ലടിച്ച് പോകുന്നേ ഉള്ളൂ. ഇവരൊക്കെ കയ്യിലിരിക്കുന്ന ഈ സാധനങ്ങളുണ്ട്, ഇത് ഫുള്ള് ഫെദർ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ദേഹമൊക്കെ അലങ്കരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സെന്ന് പറയാൻ പറ്റില്ല. അത് ജസ്റ്റ് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വെറും നമ്മുടെ ഈ മുത്തുമാലകൾ മാത്രം കോർത്തിട്ടുകൊണ്ടും അവരുടെ ശരീരം രഹസ്യഭാഗങ്ങൾ മറിച്ചു അങ്ങനെയുള്ള ഒരു വസ്ത്രധാരണയും കൂടിയാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ വരുന്ന ആൾക്കാർ ഫുള്ള് അത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളത്. വഴിയെ നടന്നു പോകുന്നവരൊരു ഡാൻസ് കളിച്ചാണ് പോകുന്നത്. അതേപോലെ തന്നെ ഇത് ഈ ഒരു സംഭവം ഈ ട്രക്ക് കണ്ടില്ലേ, വലിയ ട്രക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ട്രെയിലർ ട്രക്സാണിത്. ഇതിനകത്താണ് ഇവർ ഈ പരിപാടിയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. വലിയ സ്പീക്കറുകളെല്ലാം വെച്ച് ഇതിപ്പോൾ ഒരു ബാൻഡ്, ചെറിയൊരു ബാൻഡാണ് പോകുന്നത്. അതായത് അവരുടേതായ ഒരു കരീബിയൻ കൾച്ചർ മ്യൂസിക്കാണ് ഇവർ പ്ലേ ചെയ്തുകൊണ്ട് പോകുന്നത്. കേട്ടില്ല എന്ത് രസമാണെന്നറിയാം ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവരുടെ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. അതുപോലെ ഇവർക്ക് ഇതിനൊരു പെർമിഷൻ കൊടുക്കുന്നുണ്ടല്ലോ ഗവൺമെൻറ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ നടക്കാനും, സെക്കൻഡ് ഇത് ഈ ട്രക്കൊക്കെ ഈ രീതിയിൽ ആൾട്ടർ ചെയ്ത് കൊണ്ടുവരണം. പക്ഷേ അവർ സേഫ്റ്റി കൺസേൺ മുൻനിർത്തി തന്നെ ഇത് എല്ലാം സേഫായിട്ട് സ്കഫോൾഡെല്ലാം ഇട്ട് സേഫാക്കിയതിന് ശേഷമാണ് ഇവർ ട്രക്ക് റോഡിൽ ഇറങ്ങുന്നത്. ഇത് കണ്ടില്ലേ, ആ ഒരു വണ്ടിക്കകത്ത് ഫുള്ള് കുപ്പികളാണ്. അവരിങ്ങനെ കണ്ടിന്യൂ മദ്യം കൊടുത്തുകൊണ്ടിരിക്കുക. ഇവരെല്ലാം ഡീഹൈഡ്രേറ്റ് ആയിട്ട് പോരുമല്ലോ. നമ്മുടെ നാട്ടിൽ രസന വെള്ളം കലയിൽ കൊടുക്കുന്നു, ഇവിടെ മദ്യം കൊടുക്കുന്നു.
അത്രയാണ് വ്യത്യാസം. ബാക്കി എല്ലാ ഉത്സവം തന്നെ. പിന്നെ നാട്ടിലെ നമ്മുടെ ആ ഒരു ഉത്സവവും വൈബൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമല്ല. ഇവരൊക്കെ സത്യം പറയാം അവിടെയൊക്കെ വന്ന് കാണണം നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ. ഇത് വേറൊരു തലത്തിലുള്ള റേഞ്ചിലുള്ള സംഭവം, അത്രയേ ഉള്ളൂ. ചുമ്മാ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാണ്ട് പൊട്ടിപ്പുറപ്പെട്ട ഒരു സ്ട്രീറ്റ് ഫെസ്റ്റിവലാണിത്. പക്ഷേ ഇന്നത് വൺ ഓഫ് ദ വേൾഡ് ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ വേൾഡ് പോപ്പുലർ സ്ട്രീറ്റ് ഫെസ്റ്റിവലായിട്ട് മാറിക്കഴിഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരുത്തിക്കാണ് ഭ്രാന്ത് കയറി. ആനേൻ്റെ ഇടയ്ക്ക് ഭയങ്കര തുള്ളലൊക്കെ ആയിരുന്നു. അവൾ ഇത് ചുമ്മാ തുള്ളുന്നത്. ആ പെണ്ണുമ്പിള്ളേർ ഇതെന്താണ് ഈ പെണ്ണ് കാണിക്കുന്നതെന്ന്. എന്തായാലും ഭയങ്കര രസമായിരുന്നു. നമ്മളൊരു ഡേ ഫുള്ള് എൻജോയ് ചെയ്ത് കുറേ നേരമൊക്കെ അവിടെ കറങ്ങി അടിച്ചു വീട്ടിൽ പോന്നു. അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ കാണുമ്പോൾ ബൈ ബൈ.